ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു ക്യാപ്സൂൾ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി കോണിക് സെക്ഷനുമായി ബന്ധപ്പെട്ട് എലിപ്സ് പോർഷനിൽ തന്നെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ, വെർട്ടിസസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം എങ്ങനെ കണ്ടുപിടിക്കുന്നത് കണ്ടു. അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിലുള്ള വേറെ രീതിയിലുള്ള ക്വസ്റ്റൻ ആണിത്. പ്രൊസീജിയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്, തുടക്കം മാത്രം ചില വ്യത്യാസമുള്ളൂ. പക്ഷേ ഇവിടെ മേജർ ആക്സിന് അത് ചേഞ്ച് വരും. സോ അത് വെച്ച് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റൻ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ, vertices, eccentricity and the length of the lattice rectum of the ellipse 100x square plus 25y square equal to 2500. സോ നമുക്ക് രണ്ട് രീതിയിലുള്ള എലിപ്സുകളാണ്. ഒന്നെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. രണ്ട് കേസിനകത്തും എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബി യേക്കാൾ വലുതാണ്. ഏത് ആക്സിന്റെ കീഴിലാണോ എ വരുന്നത് അതായിരിക്കും മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന മനസ്സിലായി റൈറ്റ് ഹാൻഡ് സൈഡ് 1 വരണം. പക്ഷേ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 അല്ല, 100x സ്ക്വയർ പ്ലസ് 25y സ്ക്വയർ ഈക്വൽ ടു 2500. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് വന്നിരിക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ കൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ മുഴുവൻ ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡിങ് വിത്ത് 2500. അപ്പൊ എന്ത് കിട്ടും? 100x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2500 പ്ലസ് 25y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2500 ഈക്വൽ ടു 2500 ഡിവൈഡഡ് ബൈ 2500 എന്ന് കിട്ടും. 2500 2500 ക്യാൻസൽ ആയി പോയി നമുക്കിവിടെ 1 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ 0 വെട്ടിക്കളയാം, ഈ 0 വെട്ടിക്കളയാം. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ 25 വെട്ട ബാക്കി 1 ഉണ്ട്. സോ നമുക്ക് ബാക്കി എന്ത് കിട്ടും? നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1 എന്ന് എഴുതാം. സോ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വൈയുടെ താഴെയാണ് വലിയ വാല്യൂ വന്നിരിക്കുന്നത്. സോ വൈ ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കേസിൽ വൈ ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. സോ വൈ ആണ് മേജർ ആക്സിസ് എങ്കിൽ നമ്മുടെ എലിപ്സ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. വൈ ആണ് മേജർ ആക്സിസ് എങ്കിൽ നമ്മുടെ എലിപ്സ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ, ഏത് ഇക്വേഷൻ വരും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ ബി സ്ക്വയറിന്റെ വാല്യൂ കമ്പയർ ചെയ്ത് ബി സ്ക്വയർ ഈക്വൽ ടു 25, therefore ബി ഈക്വൽ ടു 5. അതുപോലെ എ സ്ക്വയർ ഈക്വൽ ടു 100, അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു 10. കാരണം നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് ബി സ്ക്വയർ ഈക്വൽ ടു 25 മീൻസ് ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈക്വൽ ടു 5. എ സ്ക്വയർ ഈക്വൽ ടു 100, therefore എ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 100 ഈക്വൽ ടു 10 എന്ന് കിട്ടും. ക്ലിയർ ആ? പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഇവിടെ കണ്ടുപിടിച്ചത്, ദാറ്റ് ഈസ് കോൾഡ് സി. സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ശ്രദ്ധിച്ചു കൊടുക്കണം, എയുടെ വാല്യൂ അല്ല എ സ്ക്വയറിന്റെ വാല്യൂ. എ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? 100 മൈനസ് 25 ഈക്വൽ ടു 100 25 പോയാൽ സ്ക്വയർ റൂട്ട് ഓഫ് 75 എന്ന് കിട്ടും. സോ 75നെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിലോ 75 നമ്മൾ LCM കാണുവാണെങ്കിൽ 5, അപ്പൊ എന്താണ് 15 5 75, 15 5 75, വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. സോ 2 5-ൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 2 5-ൽ നിന്ന് നമുക്ക് 5 എടുക്കാം, ബാക്കി ഒരു 3 ഉണ്ട്. സോ ഇതിനെ നമുക്ക് 5 റൂട്ട് 3 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയത്തില്ലെങ്കിൽ റൂട്ട് 75 എന്ന് ഇട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല. റൂട്ട് 75 എന്ന് ഇട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല. നമ്മൾ സി വരെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? ഫോക്കസ്. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോക്കസ് ആണ്. ഫോക്കസിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോക്കസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് സി ആണ്. ഈ മുകളിലത്തെ കേസിൽ പ്ലസ് സി വരും, താഴെ വരുമ്പോൾ മൈനസ് സി വരും. സോ ഫോക്കസിനുള്ള ഇക്വേഷൻ അല്ലെ ഫോസൈഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ അല്ല കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് സി ആണ്. നമ്മൾ സിയുടെ വാല്യൂ എന്ത് കണ്ടുപിടിച്ചു? റൂട്ട് 75 അല്ലെങ്കിൽ 5 റൂട്ട് 3 എന്ന് കണ്ടുപിടിച്ചു. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0, പ്ലസ് ഓർ മൈനസ് 5 റൂട്ട് 3 എന്ന് എഴുതാം. 0, പ്ലസ് ഓർ മൈനസ് 5 റൂട്ട് 3 എന്ന് എഴുതാനായിട്ട് പറ്റും. അടുത്ത വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറയുന്നത് മേജർ ആക്സിസ് വൈ ആക്സിസ് ആകുമ്പോൾ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് എ എന്ന് വരും. കാരണം മുകളിലാകുമ്പോൾ പ്ലസ് എ വരും, താഴെയാകുമ്പോൾ മൈനസ് എ വരും. സോ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ വെർട്ടെക്സിന്റെ കേസിൽ, വെർട്ടിസിന്റെ കേസിൽ എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് എ എന്ന് വരും. എന്താണ് എയുടെ വാല്യൂ? എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ നമുക്ക് ഇതിന് എഴുതാം 0, പ്ലസ് ഓർ മൈനസ് 10 എന്ന് എഴുതാനായിട്ട് പറ്റും. സോ നമ്മൾ വെർട്ടിസ് കണ്ടുപിടിച്ചു.
അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എസെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ എ ആണ്. സിയുടെ വാല്യൂ എന്താണ്? √75 അല്ലെങ്കിൽ 5√3. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഞാനിപ്പോൾ 5√3 എന്ന് എഴുതുവാണ്. 5√3 ഡിവൈഡ് ബൈ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ 10നെ 5നെയും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 2 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് √3 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b² ഡിവൈഡഡ് ബൈ എ ആണ്. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 2b² ഡിവൈഡ് ബൈ എ. b² എന്ന് പറയുമ്പോൾ 25. therefore 2 into 25 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ എന്താണ്? 10. ക്ലിയറാ? സോ നമുക്ക് 10നെ 2നെ ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. 5നെ 25 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 5 കിട്ടും. സോ ലാറ്റസ് റെക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇവിടെ ചോദിക്കാത്ത 2 കാര്യങ്ങളുണ്ട്. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്. മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ത്? മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 2 into 10. എയുടെ വാല്യൂ 10 ആണ്, ഈക്വൽ ടു 20. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2 into 2b ആണ്. അതായത് 2 into ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 2 into 5 ഈക്വൽ ടു 10. സോ നമ്മൾ നോക്കിക്കേ, എത്ര ഇക്വേഷൻ? ഇത്ര ഇക്വേഷൻ കിട്ടുമ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടും. സോ ഇക്വേഷൻ എന്തായിരുന്നു? x² ബൈ b² പ്ലസ് y² ബൈ a² ഈക്വൽ ടു 1. അതായത് y ആക്സിസ് ആണ് മേജർ ആക്സിസ്. അതായത് മേജർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. മൈനർ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b ആണ്. അതുപോലെ ലാറ്റസ് റെക്ടത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2b² ബൈ എ ആണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c ബൈ എ ആണ്. സി എങ്ങനെ കണ്ടുപിടിക്കാം? √a² മൈനസ് b² നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഫോക്കസ് അല്ലെ ഫോസൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് 0, ± c വരും. വെർട്ടിസസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, ± a വരും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലാസ് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന്റെ ആൻസർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. നമ്മളത് ക്യാപ്സ്യൂൾ സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാവും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിന്റെ ലെവൽ വല്ലാണ്ട് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ലിങ്ക് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് നോക്കുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.